നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. കാശ്മീർ പ്രശ്നം. നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്, ചെറിയ ചെറിയ കോളങ്ങളായിട്ട് വായിക്കാറുണ്ട്. കാശ്മീർ പ്രശ്നം, എന്തോ വെടിവെപ്പ് നടക്കുന്നു, എന്തൊക്കെയോ പ്രശ്നം, തീരാത്ത പ്രശ്നം. എന്താണ് ഈ പ്രശ്നം? നോക്കൂ, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. 560 നാട്ടുരാജ്യങ്ങളായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് ഒറ്റ പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട്, അതിനു മുമ്പും നമ്മളൊന്ന് തന്നെ, പക്ഷേ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട് ഒരു ഭരണത്തിന് കീഴിൽ വരിക എന്നുള്ള ആശയം വന്നു. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാരോടെല്ലാം സമ്മതം വാങ്ങി ഒറ്റ പൊളിറ്റിക്കൽ യൂണിറ്റ് ആവാനുള്ള ശ്രമം തുടങ്ങി. അത് ചെയ്തത് സർദാർ പട്ടേലും അദ്ദേഹത്തിന്റെ വലങ്കൈയായി അന്ന് പ്രവർത്തിച്ച മലയാളിയായിരുന്ന VP മേനോനുമായിരുന്നു. നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചിയൊക്കെ ലയിപ്പിച്ചത് VP മേനോനും സർദാർ പട്ടേലും കൂടിയാണ്. പക്ഷെ ഒരു സംസ്ഥാനം മാത്രം, ഒരു നാട്ടുരാജ്യം, കാശ്മീർ, അത് മാത്രം നെഹ്റുവിന്റെ കയ്യിലിരുന്നു. നെഹ്റു പറഞ്ഞു, കാശ്മീർ എനിക്ക് പ്രിയപ്പെട്ടതാണ്, പട്ടേൽ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പട്ടേൽ അത് വിട്ടുകൊടുത്തു. പക്ഷെ നെഹ്റുവിന് അത് സാധിച്ചില്ല. കാരണം നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാൻ അസാമാന്യമായ സാമർഥ്യം വേണം. പ്രസംഗം മാത്രം കൈമുതലായിട്ടുള്ള ഒരു പൗരനായിരുന്നു നെഹ്റു. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ ഞാൻ കൊച്ചാക്കി കാണിക്കുകയല്ല. ചില കാര്യങ്ങൾക്ക് നമുക്കൊരു എക്സ്പെർട്ടീസ് വേണമല്ലോ. ഈ കാര്യത്തിൽ നെഹ്റുവിന് എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നെഹ്റുവിന് പൂർണ്ണമായ ഒരു ലയനം സാധ്യമാക്കുന്ന രീതിയിൽ പെരുമാറാൻ സാധിച്ചില്ല. അവിടെയാണ് കാശ്മീർ പ്രശ്നത്തിന്റെ തുടക്കം. കാശ്മീർ രാജാവ് രാജാ ഹരിസിംഗ് ഞാൻ തന്നെത്താനെ സ്വതന്ത്രനായിട്ട് നിൽക്കാം എന്ന് തീരുമാനിച്ച പാടെ പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചു. കാരണം ഭാരതത്തിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ കാശ്മീരിന്. പത്താൻകാരെയൊക്കെ വെച്ചിട്ട് ഒരു തരം നാടൻ ആക്രമണമായിരുന്നു. നല്ലൊരു വിഭാഗം കാശ്മീരിന്റെ പാകിസ്ഥാന്റെ കയ്യിലേക്ക് പോയി. അതാണ് ഇന്ന് POK എന്നറിയപ്പെടുന്ന പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. ഭയന്നുപോയ രാജാ ഹരിസിംഗ് ഉടൻ തന്നെ നെഹ്റുവിനെ വിവരം അറിയിച്ചു, ഞാൻ ഭാരതത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്, എന്നെ രക്ഷിക്കണം. ഇന്ത്യൻ പട്ടാളം പോയി ബാക്കി ഭാഗം സംരക്ഷിച്ചു. അതാണ് ഇന്ന് നാം കാണുന്ന നമ്മുടെ കാശ്മീർ. മറ്റേ ഭാഗം ഇന്നും പാകിസ്ഥാന്റെ കയ്യിലിരിക്കുകയാണ്. അത് പോരാ, ഇതും കൂടെ വേണം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറുമല്ല. ഇതാണ് കാശ്മീർ പ്രശ്നത്തിന്റെ കാതൽ. അപ്പൊ അന്ന് നെഹ്റു എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ യുണൈറ്റഡ് നേഷൻസിൽ പോയിട്ട് പറഞ്ഞു, ദാ ഇങ്ങനെ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളുടെ സ്ഥലവും കൊണ്ടുപോയി, അവരുടെ കയ്യിലിരിക്കുന്നു, രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ഹിതപരിശോധന നടത്ത്. പക്ഷെ അതിനു മുമ്പ് പാകിസ്ഥാൻ സൈന്യം അവരുടെ ഒറിജിനൽ അതിർത്തിയിലേക്ക് പോകണം. ഏത്? റാഡ്ക്ലിഫ് പണ്ട് വരച്ച ലൈനുണ്ട്, അതിർത്തി രേഖ, ആ ലൈനിലേക്ക് പോകണം എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ അതിന് തയ്യാറായില്ല. ഹിതപരിശോധന ഒന്നും നടന്നുമില്ല. ആ സ്റ്റാറ്റസ് കോ ഇന്നും തുടർന്നു വരുന്നു. ഈ സത്യങ്ങൾ സാധാരണ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നവരല്ല. കാരണം അവരുടെ വലിയ നേതാവാണല്ലോ നെഹ്റു. പക്ഷേ MPCC, മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണം കഴിഞ്ഞ വർഷം ഒരു ലേഖനത്തിൽ ഇത് തുറന്ന് സമ്മതിച്ചു. അതെ, നെഹ്റുവിനെ പറ്റിയ ഒരു പിഴവാണ് കാശ്മീർ പ്രശ്നത്തിന് കാരണം എന്ന് തുറന്ന് സമ്മതിച്ച് ഒരു ലേഖനം എഴുതി. കോൺഗ്രസിൽ വലിയ പുകിലായി. എഡിറ്ററെയോ ആ ലേഖനം എഴുതിയ ആളെ പുറത്താക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. പക്ഷേ സത്യം അവർ തുറന്ന് പറയുക തന്നെ ചെയ്തു. ആ വാർത്ത നിങ്ങളൊന്ന് കാണണം. മലയാള മാധ്യമങ്ങളിൽ നിന്നും കാണിക്കില്ലല്ലോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. The Congress Darshan article by an unknown author stated Jawaharlal Nehru ignored Sardar Patel's views when he warned him on China and Nepal and also advised him on the Kashmir issue. The article also mentions that the relations between the two leaders were always strained, with both of them threatening to resign time and again. This article has left the Congress red-faced. As the political storm brewed, senior leaders tried to downplay the controversy. अगर कांग्रेस की किसी ऐसे मुख्य पत्र में ऐसा कुछ आया है तो AICC उसको देखेगी ना. അപ്പോൾ ഇതാണ് അതിന്റെ സത്യം. നെഹ്റുവാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം. പക്ഷെ നെഹ്റുവിന്റെ കാലം കഴിഞ്ഞു. പാകിസ്ഥാനിൽ അന്ന് ഭുട്ടോ ഭരിക്കുന്നു. ഭുട്ടോ ഒരാവശ്യം മുന്നോട്ട് വെച്ചു, ബാക്കി കാശ്മീർ ഞങ്ങളുടെയാണ്. ഭുട്ടോ അസാമാന്യ സാമർഥ്യമുള്ള, വാക്ചാതുര്യമുള്ള മനുഷ്യനായിരുന്നു. 2 ലക്ഷം പേരൊക്കെയാണ് ഭുട്ടോയുടെ പ്രസംഗം കേൾക്കാൻ കൂടിയിരുന്നത്. പൊതുവേദിയിൽ പൊട്ടിക്കരയുമായിരുന്നു ഭുട്ടോ. നാടകീയമായ പ്രസംഗം. ലോകപ്രശസ്തനായ വാഗ്മിയായിരുന്നു ഭുട്ടോ. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ കാശ്മീർ തങ്ങളുടേതാണെന്ന് വാദിച്ചു.
വാക്സാമർത്ഥ്യം മാത്രമേ ഉള്ളൂ കേട്ടോ, കഴമ്പില്ലാത്തൊരു പ്രസംഗം. എന്നാലും കണ്ടിരിക്കേണ്ടതാണ്, കണ്ടോളൂ. Kashmir is not an integral part of India. It has never been an integral part of India. Jammu and Kashmir is a disputed territory between India and Pakistan. It is more a part of Pakistan than it can ever be with India, with all her eloquence and with all her extravagance with words. The people of Jammu and Kashmir, sir, are part of people of Pakistan. In blood, in flesh, in life, kith and kin of ours. In culture, in geography, in history, in every way and in every form. We shall never abandon, irrespective of our size, of our resources. We shall fight to the end. But we shall fight in self-defense. We shall fight for honor. We are not aggressors. We are victims of aggression. It was the duty of the Security Council to pronounce on who is the aggressor and who is the aggressed. It was Pakistan that was the victim of aggression. And I am not referring here to some of the remarks made by countries which have no right to be here. They are not even countries. But I am referring to the great powers. I am referring to all peace-loving countries. I am referring to those who believe in the cause of justice, in the cause of righteousness. അപ്പോൾ ഭുട്ടോ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, കാശ്മീർ ഞങ്ങളുടേതാണ്, കൾച്ചറലി ഞങ്ങളുടേതാണ്, ഹിസ്റ്റോറിക്കലി ഞങ്ങളുടേതാണ്, ബ്ലാ ബ്ലാ ബ്ലാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഭുട്ടോ. ഇവിടെ നെഹ്റു മരിച്ചു, ശാസ്ത്രി അധികാരത്തിൽ വന്നു. 1965 പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നു. അതിനെ തുടർന്ന് താഷ്കന്റ് ചർച്ചയ്ക്കായിട്ട് ശാസ്ത്രി താഷ്കന്റിൽ പോയി, സോവിയറ്റ് യൂണിയനിൽ അന്നത്തെ. അവിടെ വെച്ച് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഇതെല്ലാം മുന്നോട്ട് പോയി. പിന്നീട് ഇന്ദിരാഗാന്ധി വന്നു. 1971 യുദ്ധം വന്നു. യുദ്ധത്തിൽ ദയനീയമായിട്ട് പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ബംഗ്ലാദേശ് വിമോചിക്കപ്പെട്ടു. ബംഗ്ലാദേശ് എന്ന വേറൊരു പുതിയ രാജ്യം ഉദയം ചെയ്തു. ഭുട്ടോയ്ക്ക് ഈ പരാജയം താങ്ങാൻ പറ്റില്ലല്ലോ. കാരണം തന്റെ ഡിസൈൻ എല്ലാം പരാജയപ്പെട്ട് പണ്ടാറടങ്ങി പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുകയാണ് ഭുട്ടോ. അപ്പോഴും ഭുട്ടോയുടെ അഹങ്കാരത്തിനോ വാക്സാമർത്ഥ്യത്തിനോ കുറവ് വന്നില്ല. ഭുട്ടോ UN സെക്യൂരിറ്റി കൗൺസിലിനെ ശകാരിച്ചു. നിങ്ങളെല്ലാം കൂടെ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള കടലാസ് കീറിക്കളഞ്ഞ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നിന്ന് വാക്കൌട്ട് നടത്തി ഭുട്ടോ. ധൈര്യം സമ്മതിക്കണം കേട്ടോ ആ മനുഷ്യന്റെ. കണ്ടോളൂ ആ ചിത്രം. Now you decide what you like. Your decision will not be binding on us. You can decide what you like. You can do, because if you had left us a margin of hope, we might have been a party to some settlement. I find it disgraceful to my person and to my country to remain here a moment longer than necessary. But I am not boycotting. Impose any decision. Have a treaty worse than the Treaty of Versailles. Legalize aggression. Legalize occupation. Legalize everything that has been illegal till 14th or 15th of December 1971. I will not be a party to it. We will fight. We'll go back and fight. My country hearkens for me. Why should I waste my time here in the Security Council? I'm going. ഭുട്ടോയുടെ ഈ പ്രസംഗത്തിന് ശേഷം പാകിസ്ഥാനിൽ വീണ്ടും അധികാരമാറ്റമുണ്ടായി. ഭുട്ടോ കുറ്റത്തിന് തൂക്കിക്കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിൽ അൺപോപ്പുലറായി പോയി, ജയിലിൽ കിടന്നു, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു,